നമസ്കാരം. 2026 ഓഗസ്റ്റ് 23 മുതൽ 29 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് 2026 ഓഗസ്റ്റ് 23 മുതൽ 29 വരെയുള്ള ആഴ്ചയിൽ പൊതുവെ മുന്നേറ്റത്തിൻ്റെയും പുതിയ അവസരങ്ങളുടെയും സമയമായിരിക്കും. തൊഴിൽ മേഖലയിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ച് അംഗീകാരവും ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാം. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടാനും പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതേസമയം അനാവശ്യ ചിലവുകളും പെട്ടെന്നുള്ള സാമ്പത്തിക തീരുമാനങ്ങളും നിയന്ത്രിക്കണം. കുടുംബത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും പരസ്പരം സംസാരിച്ച് പരിഹരിക്കാൻ സാധിക്കും. ദൂരയാത്രകൾക്കും പുതിയ ബന്ധങ്ങൾക്കും അവസരങ്ങൾ വന്നുചേരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിക്കും. ധൃതിയിലും ദേഷ്യത്തിലും തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ മനസ്സിന് കൂടുതൽ ആശ്വാസവും ആത്മവിശ്വാസവും ലഭിക്കും. മൊത്തത്തിൽ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുകയും തൊഴിൽ, സാമ്പത്തിക മേഖലകളിൽ പുരോഗതിക്ക് വഴിയൊരുങ്ങുകയും ചെയ്യുന്ന ആഴ്ചയാണ് മേടക്കൂറുകാർക്ക്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പൊതുവെ സാമ്പത്തിക നേട്ടങ്ങൾക്കും തൊഴിൽപരമായ പുരോഗതിക്കും സാധ്യതയുള്ള സമയമാണ്. തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും അതിലൂടെ അംഗീകാരവും നേട്ടങ്ങളും ലഭിക്കാം. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കാനും കുടിശ്ശികയായി കിടന്നിരുന്ന പണം ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. കുടുംബകാര്യങ്ങളിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുമെങ്കിലും ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. പുതിയ കരാറുകളിലും ബിസിനസ് തീരുമാനങ്ങളിലും ശ്രദ്ധയോടെ മുന്നോട്ടു പോകണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി കൈവരിക്കാനാകും. ആരോഗ്യകാര്യങ്ങളിൽ അമിതമായ അധ്വാനവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കുക. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ അനുകൂലമായി മാറാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ സാമ്പത്തികമായും തൊഴിൽപരമായും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ആഴ്ചയാണ് ഇടവക്കൂറുകാർക്ക്. മകയിരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പൊതുവെ തൊഴിൽപരമായ മാറ്റങ്ങൾക്കും പുതിയ അവസരങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാനും ചിലർക്ക് സ്ഥാനമാറ്റമോ പുതിയ ജോലി അവസരമോ വന്നു ചേരാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം ലഭിക്കുമെങ്കിലും ചിലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. കുടുംബകാര്യങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും സംസാരിച്ച് പരിഹരിക്കാൻ കഴിയും. ബിസിനസ് ചെയ്യുന്നവർ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ആലോചന നടത്തുന്നത് ഗുണകരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. യാത്രകൾക്കും പുതിയ ബന്ധങ്ങൾക്കും അവസരം ലഭിക്കാം. ധൃതിയിലും ദേഷ്യത്തിലും സംസാരിക്കുന്നത് ഒഴിവാക്കുക. മൊത്തത്തിൽ പറഞ്ഞാൽ പുതിയ അവസരങ്ങൾ ലഭിക്കുകയും തൊഴിൽ മേഖലയിൽ മുന്നേറ്റത്തിന് വഴിയൊരുങ്ങുകയും ചെയ്യുന്ന ആഴ്ചയാണ് മിഥുനക്കൂറുകാർക്ക്. പുണർദത്തിന്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പൊതുവെ തൊഴിൽപരമായ നേട്ടങ്ങൾക്കും സാമ്പത്തിക പുരോഗതിക്കും സാധ്യതയുള്ള സമയമാണ്. തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും മേലധികാരികളിൽ നിന്നും അംഗീകാരം നേടാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുകയും പ്രതീക്ഷിച്ചിരുന്ന ചില ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. എന്നാൽ ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ വാക്കുകളിൽ ശ്രദ്ധ വേണം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാം. എന്നാൽ വലിയ നിക്ഷേപങ്ങളിൽ ധൃതിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി കൈവരിക്കാനാകും. ആരോഗ്യകാര്യങ്ങളിൽ ഭക്ഷണക്രമത്തിലും വിശ്രമത്തിലും ശ്രദ്ധയുണ്ടാകണം.
ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ അനുകൂലമായി മാറാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ തൊഴിൽ, സാമ്പത്തിക മേഖലകൾ എന്നിവയിൽ നേട്ടം ലഭിക്കുമെങ്കിലും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്ന ആഴ്ചയാണ് കർക്കിടകക്കൂറുകാർക്ക്. മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പൊതുവെ തൊഴിൽ രംഗത്ത് മുന്നേറ്റത്തിനും പുതിയ നേട്ടങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. തൊഴിൽ മേഖലയിൽ അധിക ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാനും നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുമെങ്കിലും ആഡംബര ചിലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. കുടുംബത്ത് സന്തോഷകരമായ കാര്യങ്ങൾ നടക്കാം. എന്നാൽ സംസാരത്തിലെ കടുപ്പം ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾക്കും ബിസിനസ് കാര്യങ്ങൾക്കും അവസരങ്ങൾ ലഭിക്കുമെങ്കിലും പ്രധാന തീരുമാനങ്ങൾ ആലോചിച്ചു മാത്രം എടുക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുകയും മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ആകും. യാത്രകൾക്കും പുതിയ ബന്ധങ്ങൾക്കും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ മാനസിക സമ്മർദ്ദവും അമിതമായ അധ്വാനവും ഒഴിവാക്കുക. മൊത്തത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാനും തൊഴിൽ, സാമ്പത്തിക മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയുന്ന ആഴ്ചയാണ് ചിങ്ങക്കൂറുകാർക്ക്. ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പൊതുവെ സാമ്പത്തിക നേട്ടങ്ങൾക്കും പുതിയ അവസരങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാനും ഏറെ നാളായി പരിശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയുണ്ടാകണം. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ബന്ധങ്ങളിലൂടെയും ഇടപാടുകളിലൂടെയും നേട്ടങ്ങൾ ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഭക്ഷണക്രമത്തിലും വിശ്രമത്തിലും ശ്രദ്ധ നൽകണം. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ചില പ്രതീക്ഷകൾ സഫലമാകാനും മനസ്സിന് ആശ്വാസം ലഭിക്കാനും സാധ്യതയുണ്ട്. മൊത്തത്തിൽ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുകയും സാമ്പത്തികമായും തൊഴിൽപരമായും മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യുന്ന ആഴ്ചയാണ് കന്നിക്കൂറുകാർക്ക്. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പൊതുവെ തൊഴിൽപരമായ പുരോഗതിക്കും പുതിയ അവസരങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാനും മേലധികാരികളിൽ നിന്നും അംഗീകാരം ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുമെങ്കിലും അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടാകുന്നതിനാൽ പണം ചിലവഴിക്കുന്നതിൽ നിയന്ത്രണം ആവശ്യമാണ്. കുടുംബകാര്യങ്ങളിൽ സന്തോഷമുണ്ടാകുമെങ്കിലും അടുത്ത ബന്ധങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. സംസാരത്തിൽ സംയമനം പാലിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഇടപാടുകൾ ലഭിക്കാം. എന്നാൽ കരാറുകളിൽ ഒപ്പിടുന്നതിന് മുൻപ് കാര്യങ്ങൾ വ്യക്തമായി പരിശോധിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. യാത്രകൾക്കും പുതിയ സൗഹൃദങ്ങൾക്കും അവസരങ്ങൾ ലഭിക്കാം. മൊത്തത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയാൽ തൊഴിൽ, സാമ്പത്തിക മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ആഴ്ചയാണ് തുലാക്കൂറുകാർക്ക്. വിശാഖത്തിന്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പൊതുവെ തൊഴിൽ രംഗത്ത് മുന്നേറ്റത്തിനും സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും ഏറെ നാളായി കാത്തിരുന്ന കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുമെങ്കിലും പെട്ടെന്നുള്ള ചിലവുകൾ ഉണ്ടാകുന്നതിനാൽ ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. എന്നാൽ ചെറിയ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഇടപാടുകളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ലഭിക്കും. യാത്രകൾക്കും പുതിയ ബന്ധങ്ങൾക്കും അവസരങ്ങൾ വന്നു ചേരും. ആരോഗ്യ കാര്യങ്ങളിൽ മാനസിക സമ്മർദ്ദം ഒഴിവാക്കി
വിശ്രമത്തിന് പ്രാധാന്യം നൽകുക. മൊത്തത്തിൽ നോക്കിയാൽ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുകയും സാമ്പത്തികമായും തൊഴിൽപരമായും മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യുന്ന ആഴ്ചയാണ് വൃശ്ചികക്കൂറുകാർക്ക്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പൊതുവെ തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാനും ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനത്തിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും പെട്ടെന്നുള്ള ധനച്ചിലവുകൾ വന്നു ചേരാൻ സാധ്യതയുള്ളതിനാൽ ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. കുടുംബത്ത് സന്തോഷകരമായ കാര്യങ്ങൾ നടക്കാം. ദാമ്പത്യ ബന്ധത്തിൽ പരസ്പര ധാരണയോടെ മുന്നോട്ടു പോകുന്നത് ഗുണകരമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഇടപാടുകളും ബന്ധങ്ങളും നേട്ടത്തിന് വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി കൈവരിക്കാനാകും. ദൂരയാത്രകൾക്കും പുതിയ അവസരങ്ങൾക്കും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ അമിതമായ അധ്വാനവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കുക. മൊത്തത്തിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുകയും തൊഴിൽ, സാമ്പത്തിക മേഖലകളിൽ പുരോഗതിക്ക് വഴിയൊരുങ്ങുകയും ചെയ്യുന്ന ആഴ്ചയാണ് ധനുക്കൂറുകാർക്ക്. ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പൊതുവെ തൊഴിൽപരമായ നേട്ടങ്ങൾക്കും സാമ്പത്തിക പുരോഗതിക്കും സാധ്യതയുള്ള സമയമാണ്. തൊഴിൽ മേഖലയിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുമെങ്കിലും അതിലൂടെ അംഗീകാരവും സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകളും ഉണ്ടാകാം. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുകയും കാത്തിരുന്ന ചില ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമായി നടക്കുകയും ചെയ്യാം. കുടുംബത്ത് സന്തോഷവും സമാധാനവും നിലനിൽക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഇടപാടുകൾ ലഭിക്കുമെങ്കിലും രേഖകളും കരാറുകളും ശ്രദ്ധയോടെ പരിശോധിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കുകയും നല്ല ഫലങ്ങൾ നേടാൻ സാധിക്കുകയും ചെയ്യും. യാത്രകൾക്കും പുതിയ ബന്ധങ്ങൾക്കും അവസരങ്ങൾ ലഭിക്കാം. ആരോഗ്യകാര്യങ്ങളിൽ അമിതമായി അധ്വാനം ഒഴിവാക്കി വിശ്രമത്തിന് പ്രാധാന്യം നൽകുക. മൊത്തത്തിൽ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുകയും തൊഴിൽ, സാമ്പത്തിക മേഖലകളിൽ സ്ഥിരതയും മുന്നേറ്റവും കൈവരിക്കുകയും ചെയ്യുന്ന ആഴ്ചയാണ് മകരക്കൂറുകാർക്ക്. അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പുതിയ അവസരങ്ങൾക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാനും ഏറെ നാളായി പരിശ്രമിച്ചിരുന്ന കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുമെങ്കിലും ചില അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടാകാം. അതിനാൽ ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. എന്നാൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ക്ഷമയോടെ സംസാരിച്ച് പരിഹരിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഇടപാടുകളും ബന്ധങ്ങളും ഗുണകരമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കുകയും മികച്ച ഫലം നേടാനുള്ള സാധ്യതയും ഉണ്ട്. ദൂരയാത്രകൾക്കും പുതിയ സൗഹൃദങ്ങൾക്കും അവസരങ്ങൾ ലഭിക്കാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കുക. മൊത്തത്തിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുകയും തൊഴിൽ, സാമ്പത്തിക മേഖലകളിൽ മുന്നേറ്റം കൈവരിക്കുകയും ചെയ്യുന്ന ആഴ്ചയാണ് കുംഭക്കൂറുകാർ. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പൊതുവെ തൊഴിൽ രംഗത്ത് പുരോഗതിക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. കർമ്മമേഖലയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാനും നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുകയും കാത്തിരുന്ന ചില ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമായി നടക്കുകയും ചെയ്യാം. കുടുംബത്ത് സന്തോഷവും സമാധാനവും നിലനിൽക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഇടപാടുകൾ ലഭിക്കാനും പഴയ ബന്ധങ്ങളിൽ നിന്നും നേട്ടമുണ്ടാകാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിക്കും. യാത്രകൾക്കും പുതിയ അവസരങ്ങൾക്കും സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അമിതമായ അധ്വാനവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കി വിശ്രമത്തിന് പ്രാധാന്യം നൽകുക.
മൊത്തത്തിൽ പറഞ്ഞാൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയാൽ തൊഴിൽ, സാമ്പത്തിക മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ആഴ്ചയാണ് മീനക്കൂറുകാർക്ക്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.